ഹായ് മക്കളെ, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദീൻ്റെ 2ാമത്തെ ചാപ്റ്ററായിട്ടുള്ള റൂറു എന്ന് പറയുന്ന കഥയാണ്. ഓക്കെ, അപ്പോൾ ഒരു കങ്കാരുവിൻ്റെ കഥയാണ്. നമുക്ക് വേഗം കഥ വായിച്ചാലോ. അപ്പോൾ റൂറു എന്ന് പറയുന്നത് ഒരു കങ്കാരുവിൻ്റെ കുട്ടിയാണ്. ഓക്കെ, റൂറു എക് കങ്കാരു ക ബച്ച ഥാ. റൂറു എന്ന് പറയുന്നത് ഒരു കങ്കാരു കുട്ടിയാണ്. ഓക്കെ, കങ്കാരു കെ ബച്ചോं को ജോയ്സ് कहते हैं. കങ്കാരുവിൻ്റെ കുട്ടീനെ നമ്മൾ എന്താ പറയുക? ജോയ്സ് എന്നാണ് പറയുക. ഓക്കെ, वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. അതായത് സാധാരണയായിട്ട് നമ്മൾ ഡോഗിൻ്റെ കുട്ടിയെ, പട്ടിക്കുട്ടിയെ എന്താണ് പില്ല എന്നും അതേപോലെ പൂച്ചക്കുട്ടിയെ എന്താണ് ബിലൗട്ട എന്നുമാണ് ഹിന്ദിയിൽ പറയുന്നത്. അതേപോലെ കങ്കാരുവിൻ്റെ കുട്ടീനെ എന്താ പറയുക? ജോയ്സ് എന്നാണ് പറയുക. ഓക്കെ, उसकी अम्मी उसे रूरू बुलाती थी क्योंकि वह हमेशा रोता रहता था. അപ്പോൾ ആ കങ്കാരു കുട്ടീനെ അതിൻ്റെ അമ്മ എന്താ വിളിച്ചുകൊണ്ടിരുന്നത്? റൂറു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതിനൊരു കാരണമുണ്ട്. ക്യോക്കി എന്തെന്ന് വെച്ചാൽ വഹ് ഹമേശ റോത്ത രഹത്ത. എപ്പോൾ നോക്കിയാലും ആ കങ്കാരു കുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുക? കരഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ റോ ക്യൂ രഹേ ഹോ. അമ്മിനെ ഫിർ പൂച്ച. അപ്പോൾ എന്താണ്? റോ ക്യൂ രഹേ ഹോ, എന്തിനാ കരയുന്നത്? അമ്മ കങ്കാരു വീണ്ടും ചോദിച്ചു. ഫിർ സെ പൂച്ച, അതായത് എന്താണ്? വീണ്ടും ചോദിച്ചു. ക്യാ തുംകോ ബഹുത് അക്കേല അക്കേല ലഗ്താ ഹെ ബേട്ടാ. അപ്പോൾ എന്താണ്? ക്യാ തുംകോ, നിനക്ക് എന്താണ് ഒറ്റയ്ക്കായിപ്പോയ പോലെ തോന്നുന്നുണ്ടോ മകനെ എന്ന് അമ്മ ചോദിച്ചു. ഓക്കെ, ജേബ് സെ എക് ബാരീക് സി ആവാസായി. പോക്കറ്റിനകത്ത് നിന്ന് വളരെ ഫീബിളായിട്ടുള്ള, അതായത് ഒച്ചയൊന്നുമില്ലാത്ത വളരെ കുറഞ്ഞ ശബ്ദം പുറത്തേക്ക് വന്നു. ഹാ മേരാ കോയി ദോസ്ത് നഹി. ഇപ്പം എന്താ പറയുന്നത്? എനിക്കാരും സുഹൃത്തുക്കളില്ല. അപ്പം അതുകൊണ്ടാണ് റൂറു എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അമ്മി ഖുഷി കൂത്നെ ഫാത്നെ ലഗി. അതായത് എന്താണ്? ഇപ്പോൾ എന്താണ് റൂറു എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അമ്മയ്ക്ക് എന്നാണ് മനസ്സിലായത്. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ തുള്ളിച്ചാടാനായിട്ട് തുടങ്ങി. കൂത്നെ ഫാത്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളിച്ചാടുക. ഓക്കെ, തോ ഇസ്ലിയെ ഉദാസ് രഹത്താ താ മേരാ ബച്ച. അപ്പോൾ അമ്മ പറയാണ് എന്താണ്? അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത്, എപ്പോഴും വിഷമിച്ചുകൊണ്ടിരുന്നത്. ഉദാസ് ഹോന വിഷമിക്കുക, സങ്കടപ്പെടുക. ഓക്കെ, വോ ദേർ തക് കൂത്തി ഹി രഹി. അതായത് എന്താണ്? അമ്മ കങ്കാരു ഈ കേട്ട അതായത് എന്തിനാണ് ഈ കുഞ്ഞു കങ്കാരു കരയുന്നത് എന്നുള്ള കാരണം അറിഞ്ഞതിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടേയിരുന്നു കുറേ സമയത്തേക്ക്. അപ്പോൾ ബാക്കി നോക്കാം. റൂറു അപ് ടൈം ആകിയ ബച്ച. അപ്പോൾ റൂറുവിനോട് അമ്മ കങ്കാരു പറയാണ് അപ് ടൈം ആകിയ ബച്ച, ഇപ്പോൾ സമയമായിരിക്കുന്നു. എന്തിന്? അമ്മയ്ക്ക് ഗോദ് സി നിക്ലോ. അമ്മയ്ക്ക് ഗോദ്, അമ്മയുടെ മടിത്തട്ടിൽ നിന്ന്. ഗോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിത്തട്ട്. ഓക്കെ, മടിത്തട്ടിൽ നിന്ന് ഇറങ്ങൂ. ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? പുറത്തു പോയിട്ട് സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ. റൂറുനെ തോടാ ഡർത്തെ ഹുവേ ചിചക്തെ ഹുവേ. അതായത് എന്താണ്? റൂറു കുറച്ച് ഭയത്തോടെ. ഓക്കെ, ചിചക്തെ ഹുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയോടെ. ഹോലേസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ, പതുക്കെ. ഓക്കെ, അമ്മി കി ജേബ് സെ സിർ ബാഹർ നിക്കാല. അതായത് റൂറു മെല്ലെ മടിയോടെ എന്താണ്? പേടിയോടെ പതുക്കെ അമ്മയുടെ പോക്കറ്റിനകത്ത് നിന്ന് തല പുറത്തേക്ക് ഇട്ടു. ഓക്കെ, ദുനിയ കിത്നി ബഡി തീ. ദുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം. അപ്പോൾ അവൻ പുറത്ത് കാണുന്ന ലോകം എത്ര വലുതാണ്. കിത്നി സുന്ദർ, എത്ര മനോഹരമാണ്. കിത്നെ സാരെ രംഗ്, എത്ര നിറങ്ങൾ. ഓക്കെ, ആവാസ് എന്ന് പറഞ്ഞ ശബ്ദം, എത്ര വ്യത്യസ്തമായ ശബ്ദങ്ങൾ. കിത്നി ഖുഷ്ബു, എത്ര മണങ്ങൾ. അപ്പോൾ എന്താണ്? ഇത്രയും നാളും അമ്മേൻ്റെ പോക്കറ്റിലിരുന്ന റൂറു തല പതുക്കെ പുറത്തേക്ക് ഇടുമ്പോൾ കാണുന്നത് വലിയൊരു ലോകമാണ്. അപ്പോൾ ബാക്കി നോക്കാം. പർ റൂറു സഹം ഗയ. പക്ഷേ എന്താണ്? ഇത്രയും വലിയ ലോകമൊക്കെ കണ്ടപ്പോൾ റൂറു എന്തായിപ്പോയി? പകച്ചുപോയി. സഹം ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകച്ചുപോയി. ഇത്നി ബഡി ദുനിയാത്തി ബാഹർ. ഇത്രയും വലിയ ലോകമായിരുന്നു പുറത്ത്. അമ്മി കങ്കാരു തോടി ദേർ തോ സബ്ർ കീ രഹി. അതായത് എന്താണ്? അമ്മ കങ്കാരു കുറച്ച് സമയം ഇവനിപ്പം പുറത്തിറങ്ങുമെന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്നു. ഫിർ ഹൽക്കെ സെ തബ്കി ദി. അതായത് എന്താണ്? എന്നിട്ട് പതുക്കെ ഒന്ന് എന്താണ് തട്ടി പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. ഓക്കെ, ഫിർ റൂറു കോ ഖുദ് ജേബ് സെ
നിക്കൽനെ കി കോശിഷ് കർത്തെ ദേഖ്നെ ലഗി. അതായത് എന്താണ്, പതുക്കെ ഒരു തട്ട് കൊടുത്തപ്പോൾ എന്താ റൂറു പോക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നത് കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് നോക്കി നിന്നു. ഓക്കെ. ആഖിർ റൂറു ജേബ് സെ ബാഹർ നിക്ല. അതായത് പിന്നെ എന്ത് സംഭവിച്ചു, റൂറു പതുക്കെ ആ പോക്കറ്റിനകത്ത്, അമ്മയുടെ പോക്കറ്റിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നീച്ചി ടഹനി പർ എക് ചിടിയ ഗാന ഗാ രഹി ഥി. നീച്ചി ടഹനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നു കിടക്കുന്ന മരച്ചില്ലയിൽ. ഓക്കെ, ടഹനി മരച്ചില്ലയാണ് കേട്ടോ. താഴ്ന്നു കിടക്കുന്ന ഒരു മരച്ചില്ലയിൽ ഒരു പക്ഷി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പാട്ട് പാടുന്നുണ്ടായിരുന്നു. റൂറുനെ ചിടിയ സെ പൂച്ഛന ചാഹാ കി ക്യാ ഉസെ ഓർ ഗാന ഭി ആത്തെ ഹേ. അതായത് എന്താണ്, റൂറുനെ ചിടിയ സെ പൂച്ഛന ചാഹ. അതായത് റൂറു പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു, എന്ത്, ക്യാ ഉസെ ഓർ ഗാനെ ബി ആത്തിയേ ഹേ. അതായത് എന്താണ്, ആ പക്ഷിക്ക് മറ്റു പാട്ടുകളും പാടാൻ അറിയുമോ എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു. ക്യാ വോ ഉസെ ഗാന സിഖാ ദേഗി. അപ്പം എന്താണ് അതായത് ആ പക്ഷി റൂറുവിനെ പാട്ട് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു. പർ ചിടിയ ഉഡ്കർ ദൂസരെ പേട് പർ ബൈഠ് ഗയാ. പക്ഷേ പക്ഷി എന്ത് ചെയ്തു, അവിടെ നിന്ന് പറന്ന് മറ്റൊരു മരത്തിന് മുകളിൽ പോയിരുന്നു. ഓക്കെ. റുക്കോ റുക്കോ ജാവോ മത്. അപ്പോൾ റൂറു പറയാണ്, നിൽക്ക് പോകല്ലേ. ഓക്കെ. ചിടിയ കെ പീച്ചെ കൂത്താ ഹുവ റൂറുനെ ചില്ലായ. അപ്പോൾ മരത്തിൻ്റെ മുകളിലിരുന്ന് ഒരു പക്ഷി പാട്ട് പാടുന്നത് കണ്ടു. പാട്ട് പാടുന്ന പക്ഷിയെ കണ്ടപ്പോൾ നിനക്ക് ഇനിയും വേറെ പാട്ടുകൾ പാടാൻ അറിയോ, അല്ലെങ്കിൽ എന്നെ പാട്ട് പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി റൂരു ഇങ്ങനെ പോകാൻ നോക്കുമ്പോഴേക്ക് പക്ഷി എന്ത് ചെയ്തു, ആ മരത്തിൽ നിന്ന് പാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. ഓക്കെ. അപ്പോൾ റൂരു എന്താ പറയുന്നത്, നിൽക്ക് പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചിടിയാക്കെ പീച്ചെ കൂത്താ ഹു. അതായത് എന്താ, പക്ഷിക്ക് പുറകിൽ തുള്ളിച്ചാടിക്കൊണ്ട് അല്ലേ, കങ്കാരുക്കുള്ള ചാടിയല്ലേ പോകുന്നത്. അപ്പോൾ ചാടിക്കൊണ്ട് റൂറുനെ ചില്ലായ. എന്താണ്, റൂറു ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ചിടിയ ബോലി മേ റുക് നഹി സക്തി. ഇപ്പം എന്താണ്, പക്ഷി പറയാണ്, മേ റുക് നഹി സക്തി. എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ബഹുത് ബുറാ ഹോ ഗയാ ഹേ. വളരെ മോശപ്പെട്ടൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ക്യാ ബുറാ ഹുവാ. അപ്പോൾ റൂറു ചോദിക്കുകയാണ്, എന്താണ് പറ്റിയത്, എന്താണ് മോശമായ കാര്യം സംഭവിച്ചത്. പിച്ഛലി രാത് ഭയാനക് തൂഫാൻ ആയ ഥാ. അതായത് ഇപ്പോൾ പക്ഷി പറയാണ്, പിച്ഛലി രാത് കഴിഞ്ഞ ദിവസം രാത്രി ഭയാനക് തൂഫാൻ ആയ ഥാ. വളരെ മോശമായിട്ടുള്ള, വളരെ ഭയാനകമായിട്ടുള്ള കാറ്റ്, തൂഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് വന്നിരുന്നു. ഓക്കെ. മേരാ ഘോസ്ല ബിഗർ ഗയാ ഹേ. എൻ്റെ കൂട് തകർന്നു പോയിരിക്കുന്നു. അതായത് ബിഗർ ജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോവുക. ഓക്കെ. കഹി മേരെ ബച്ചെ ഗിർന ജായേ. അപ്പോൾ എൻ്റെ കുട്ടികൾ ആ കൂട്ടിൽ നിന്ന് താഴെ വീഴാൻ അനുവദിക്കരുത്, അതിന് മുന്നേ എനിക്ക് അവിടെ എത്തണമെന്നാണ് പറയുന്നത്. ഓക്കെ. മേ ഗാന നഹി ഗാ രഹി ഥി. ഞാൻ പാട്ട് പാടുകയല്ലായിരുന്നു, എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്, അപ്നെ സാത്തിക്കോ ബുലാ രഹി ഥി. ഞാൻ എൻ്റെ കൂട്ടാളിയെ വിളിക്കുകയായിരുന്നു. വോ ആ ജായേ തോ ഹം മിൽക്കർ ജൽദി ഘോസ്ല ടീ കർ ലേ. അതായത് എന്താണ്, എൻ്റെ കൂട്ടാളി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ചേർന്നിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൂട്, അതായത് പക്ഷിക്കൂട് എന്താക്കണം, ശരിയാക്കണം. ഓക്കെ. ഇപ്പോൾ ബാക്കി നോക്കാം. റൂറു ചിടിയാക്കെ സാത്ത് ചൽപ്പട. അപ്പോൾ റൂറു എന്ത് ചെയ്തു, ആ പക്ഷിയുടെ പുറകെ പോകാനായിട്ട് തുടങ്ങി. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുവേ ഥേ. അതായത് ആ പക്ഷിയുടെ കുട്ടികൾ എന്താണ്, നിലത്ത് വളരെ അവശരായിട്ട് കിടക്കുമായിരുന്നു. ബേഹാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശരായിട്ട്. ഓക്കെ, അവശരായിട്ട് കിടക്കുമായിരുന്നു. ചിടിയ സോർസെ റോയി. അതായത് എന്താണ്, പക്ഷി വളരെ ദുഃഖത്തിൽ ഉച്ചത്തിൽ കരഞ്ഞു. ഓക്കെ. ഉസ്കി ആവാസ് സുൻ ഉസ്ക സാത്തി ഉടുത്താ ഹുവ ആയ. അപ്പോൾ ഈ പക്ഷിയുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിട്ട് അതിൻ്റെ കൂട്ടാളി, അതായത് അതിൻ്റെ പാർട്ട്ണർ എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് പറന്നു വന്നു. ഉൻ ദോനോ കോ ഉദാസ് ദേഖ് റൂറു കോ ഏക് ഖ്യാലായ. അപ്പോൾ എന്താണ്, ഇവർ രണ്ടാളെയും ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കണ്ടപ്പോൾ റൂറുവിൻ്റെ മനസ്സിലൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു തോന്നൽ തോന്നി. ഓക്കെ. മുझे एक जगह मालूम है. അപ്പോൾ റൂറു പറയാണ്, എനിക്ക് ഒരു സ്ഥലം അറിയാം. ജബ് തക് ബच्चे ഉടനെ ലായക് നഹി ഹോ ജാത്തെ വേ ആരാം സെ വഹി രഹ് സക്തെ ഹേ. അതായത് എന്താണ്, ജബ് തക് ബच्चे ഉടനെ ലായക് നഹി ഹോ ജാത്തെ. അതായത് എന്താണ്, എപ്പോഴാണോ പക്ഷിക്കുട്ടികൾ പറക്കാൻ പ്രാപ്തരാവുന്നത്, ഉടനെ ലായക് അതായത് പറക്കാൻ പ്രാപ്തരാവുന്നത്, അത്ര വരെ അവർക്കവിടെ എന്താണ്, വളരെ സ്വസ്ഥമായിട്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ അവിടെ എന്താണ്, മറ്റു കാര്യങ്ങളൊന്നും ഭയപ്പെടാതെ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലം എനിക്കറിയാമെന്ന് ആര് പറഞ്ഞു, റൂറു പറയുകയാണ്. ഓക്കെ. ഫിർ ക്യാ ഥാ.
പിന്നെന്താ സംഭവിച്ചതെന്ന് നോക്കാം. रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम മുലായം ജേബ് മേ രഖ് ലിയ. അതായത് റൂറുവിൻ്റെ സഹായത്തോടെ, മദത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം. ഓക്കെ, റൂറുവിൻ്റെ സഹായത്തോടെ അമ്മി, അതായത് എന്താണ്, അമ്മ കങ്കാരു, ധീരെ ധീരെ, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ, മെല്ലെ മെല്ലെ, സാരേ ബച്ചോങ്കോ, എല്ലാ പക്ഷിക്കുട്ടികളെയും എന്താണ്, അപ്നി നരം, നരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുവായിട്ടുള്ള, ഓക്കെ, മുലായം, മുലായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമളമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള, വളരെ മൃദുവായിട്ടുള്ള പോക്കറ്റിലേക്ക് എടുത്ത് വെച്ചു. ഓക്കെ, യഹാനെ കോയി കത്ര നഹി ഥാ. ഇവിടെ ആ പക്ഷിക്കുട്ടികൾക്ക് ഒന്നും ഭയപ്പെടാനായിട്ട് ഇല്ല. ഓക്കെ, ചിടിയ ഖുഷി സെ ഗാനെ ലഗി. അപ്പോൾ പക്ഷിക്ക് എന്ത് സംഭവിച്ചു? പക്ഷി വളരെ ഹാപ്പിയായിട്ട് പാടാനായിട്ട് തുടങ്ങി. ഉനോനെ റൂറു കോ ബി ഗാന സിഖാ ദിയ. അപ്പോൾ പക്ഷികൾ എന്ത് ചെയ്തു? റൂറുവിനെയും പാട്ട് പഠിപ്പിച്ചു. ഉസ് രാത് റൂറു ആഹിസ്ത സെ സംഭാൽ കർ അമ്മി കി ജേബ് മേ ഗുസ്സ. അതായത് എന്താണ്, അന്ന് രാത്രി റൂറു എന്ത് ചെയ്തു? വളരെ പതുക്കെ, ആഹിസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെയാണ്, സംഭാൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശ്രദ്ധയോടെ, അമ്മിക്ക് ജേബ് മേ ഗുസ്സ, അമ്മയുടെ പോക്കറ്റിനകത്തേക്ക് കയറി. ഓക്കെ, വഹ് ചിടിയോ കി ബഗൽ മേ ദുബക് ഗയ അബ് വോ അക്കേല നഹി ഥാ. അതായത് എന്താണ്, എന്നിട്ട് അമ്മയുടെ പോക്കറ്റിൽ ആ പക്ഷിക്കുട്ടികളുടെ അടുത്ത് എന്ത് ചെയ്തു? വന്ന് കിടന്നു. ഓക്കെ, അപ്പ് വോ അഖേല നഹി ഥാ. ഇപ്പോൾ റൂരു ആ പോക്കറ്റിനകത്ത് എന്തല്ല, ഒറ്റയ്ക്കല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂരുവിൻ്റെ കഥ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.